വേനൽ ചൂടും ഉഷ്ണതരംഗവും സജീവമായതോടെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഉൾക്കടലിലേക്ക്. ഏപ്രിൽ മാസത്തിൽ സാധാരണ ലഭിച്ചിരുന്ന മത്സ്യയിനങ്ങളെ കാണാനില്ല. ഇത് കൊല്ലം തീരം പ്രദേശം ജോനകപ്പുറം മത്സ്യബന്ധന മേഖല. ആകെ വള്ളങ്ങളിൽ പാതിയും മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. കാരണം തീരക്കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞു. സമുദ്രോപരിതലത്തിൽ ചൂട് കനത്തതോടെ മത്സ്യം ഉൾക്കടലിലെ തണുപ്പുള്ള ഭാഗത്തേക്ക് ഒഴുകിയെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇത് പ്രതിസന്ധിയിലാക്കി. സാധാരണ മാർച്ചിലും ഏപ്രിലും അയലയും മത്തിയും ലഭിച്ചിരുന്നു. ഇക്കുറി അത് നാമം മാത്രം. ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ചില സമയത്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വരെ ചിലർക്ക് നല്ലതുപോലെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ചൂടാണ്. ചൂട് നമ്മളെ ശരീരത്തെ ബാധിക്കുന്നു. ചൂട് പൊങ്ങിയിട്ടാണ്. ചൂടിൽ നമുക്കൊന്നും നമ്മുടെ ജീവിതമേ ചൂടിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. അറബിക്കടലിൽ 1.2 ഡിഗ്രി താപനില കൂടുതലാണ്. ഇതുകൂടാതെ അനുദിനം ചൂട് വർദ്ധിക്കുന്നത് അടിത്തട്ട് മത്സ്യങ്ങളെ അടക്കം പ്രതികൂലമായി ബാധിക്കും. ഉപരിതല ചൂട് ശരാശരി 800 മീറ്റർ താഴെ വരെ ആയിരുന്നത് ക്രമേണ വർദ്ധിച്ച് 1800 മീറ്റർ വരെയായി. നിലവിലെ സാഹചര്യത്തിൽ ഇത് 2000 മീറ്റർ വരെ കടക്കുമെന്നാണ് സൂചന. ആൽക്കലൈൻ സ്വഭാവമുള്ള കടൽജലം കാർബൺ ഡയോക്സൈഡിൻ്റെ ആധിക്യത്തിൽ അമ്ലാംശത്തിലെ തോത് ഇരട്ടിയാക്കുന്നത് ചെമ്മീൻ, ഞണ്ട്, കക്ക, ശംഖ് തുടങ്ങിയ ശല്യനങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കും. തോടുവെക്കാനും പറ്റിപ്പിടിക്കാനുമുള്ള ഇവയുടെ ശേഷിയും നഷ്ടപ്പെടുത്തും. ചൂട് കൂടിയതോടെ മത്തി, അയല, കോര, ചൂട, ചെമ്മീൻ ഉൾപ്പെടെയുള്ള ജനപ്രിയ മീനുകൾ വൻതോതിൽ കുറഞ്ഞു. കൂന്തലും നെയ്മീനും കടലിൽ കാണാനില്ലാത്ത അവസ്ഥ. വരും ദിവസങ്ങളിൽ ഇതിലേറെ ചൂട് കനക്കുമെന്നുള്ള ആശങ്ക മത്സ്യമേഖലയിൽ ബാധിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.